കേരള അഗ്രികൾച്ചറൽ പ്രൈസ് ആൻഡ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തെങ്ങ് കൃഷിയെക്കുറിച്ചുള്ള 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ 1, 2, 3 ഭാഗങ്ങൾ കണ്ടതിന് ശേഷം 4ാമത്തെ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ നമുക്ക് തെങ്ങ് നടുന്ന അകലം നോക്കാം. ശരിയായ അകലത്തിൽ തെങ്ങിൻ തൈകൾ നടേണ്ടത് നല്ല വിളവ് ലഭിക്കുന്നതിന് അത്യാവശ്യമാണ്. തൈകൾ തമ്മിലുള്ള അകലം പൊതുവായി ശുപാർശ ചെയ്തിട്ടുള്ളത് 7.5 മീറ്ററാണ്. ഈ അകലത്തിൽ സമചതുര സമ്പ്രദായത്തിൽ നട്ടാൽ 1 ഹെക്ടറിൽ 175 തൈകൾ നടാവുന്നതാണ്. ത്രികോണ സമ്പ്രദായത്തിൽ 20 മുതൽ 25 വരെ തൈകൾ കൂടുതലായി 1 ഹെക്ടറിൽ നടാൻ സാധിക്കും. ഒറ്റവരി സമ്പ്രദായത്തിൽ തെങ്ങ് നട്ടാൽ ഒരു വരിയിൽ 2 തൈകൾ തമ്മിലുള്ള അകലം 5 മുതൽ 5.5 മീറ്ററും 2 വരികൾ തമ്മിലുള്ള അകലം 9 മുതൽ 10 മീറ്റർ വരെയായി ക്രമീകരിക്കാവുന്നതാണ്. നടേണ്ട സമയം: വെള്ളക്കെട്ടില്ലാത്ത നല്ല നീർവാർച്ച സൗകര്യമുള്ള മണ്ണാണെങ്കിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷ ആരംഭത്തോടെ തൈകൾ നടാം. എന്നാൽ ജലസേചന സൗകര്യമുണ്ടെങ്കിൽ ഇടവപ്പാതി മഴ തുടങ്ങുന്നതിന് 1 മാസം മുമ്പ് തന്നെ തൈകൾ നടാം. ഇങ്ങനെ ചെയ്താൽ തുലാവർഷ ആരംഭത്തിന് മുമ്പ് തന്നെ തൈകൾ മണ്ണിൽ പിടിച്ചു കിട്ടും. വർഷകാലങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ മഴക്കാലം കഴിഞ്ഞ് സെപ്റ്റംബർ മാസം തൈകൾ പറിച്ച് നടുന്നതാണ് നല്ലത്. ഉയർന്ന ജലവിധാനമുള്ള അത്തരം പ്രദേശങ്ങളിൽ മൺകൂനകൾ എടുത്താണ് തൈകൾ നടേണ്ടത്. മണൽ പ്രദേശങ്ങളിൽ തൈകൾ നടുന്നതിന് മുമ്പ് കുഴിയിൽ തൊണ്ട് കുഴിച്ചിടുകയാണെങ്കിൽ തൈകൾ നല്ല പോലെ വളർന്നു കിട്ടും. ഇനി നമുക്ക് തൈത്തെങ്ങുകളുടെ പരിചരണം നോക്കാം. വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ തന്നെ തെങ്ങുകൾക്ക് ആവശ്യമായ പരിചരണം നൽകണം. പറിച്ചു നട്ട തൈകൾക്ക് വേനൽക്കാലത്ത് ആവശ്യമായ തണലും ജലസേചനവും നൽകണം. 4 ദിവസത്തിലൊരിക്കൽ 45 ലിറ്റർ വെള്ളം നൽകുന്നത് മണൽ പ്രദേശങ്ങളിൽ തൃപ്തികരമാണ്. വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ ആവശ്യമായ നീർവാർച്ച സൗകര്യം ഏർപ്പെടുത്തുകയും വേണം. യഥാകാലം തെങ്ങിൻ കുഴികളിലെ കളകൾ നീക്കം ചെയ്യണം. വെള്ളത്തിലൂടെ ഒലിച്ചിറങ്ങി തെങ്ങിൻ തൈകളുടെ കണ്ണാടി ഭാഗത്ത് അടിയുന്ന മണ്ണ് ശ്രദ്ധയോടെ മാറ്റേണ്ടതാണ്. അടുത്ത് നമുക്ക് വളപ്രയോഗം നോക്കാം. ശരിയായ വളർച്ചയ്ക്കും കാലേക്കൂട്ടി പുഷ്പിക്കുന്നതിനും കായ്ച്ചു തുടങ്ങുന്നതിനും നല്ല ഉൽപ്പാദനത്തിനും തൈകൾ നട്ട് ആദ്യ വർഷം മുതൽ തന്നെ വളപ്രയോഗം നടത്തേണ്ടത് ആവശ്യമാണ്. രാസവളങ്ങളും ജൈവവളങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംയോജിത വളപ്രയോഗ രീതിയാണ് തെങ്ങിൻ്റെ സുസ്ഥിരത വിളവിനും ഉയർന്ന ആദായത്തിനും ഉപകരിക്കുന്നത്. സന്തുലിതവും കാര്യക്ഷമവുമാകാൻ തെങ്ങിൻ തോട്ടത്തിലെ മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ വേണം വളപ്രയോഗം നടത്തേണ്ടതെങ്കിലും തെങ്ങിന് വളപ്രയോഗത്തിൻ്റെ പൊതുവായ ശുപാർശ ഇനി പറയുന്നതാണ്. പ്രായമായ ഒരു തെങ്ങിന് പ്രതിവർഷം 500 ഗ്രാം പാക്കിജനകം, 320 ഗ്രാം ഫാവകം, 1200 ഗ്രാം ക്ഷാരം എന്ന തോതിൽ പോഷക മൂലകങ്ങൾ ലഭിക്കത്തക്ക വിധം രാസവളങ്ങൾ നൽകണം. ഇതിനായി 1 കിലോഗ്രാം യൂറിയ, 1.5 കിലോഗ്രാം മസൂറി ഫോസ് അല്ലെങ്കിൽ റോക്ക് ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ 2 കിലോഗ്രാം സൂപ്പർ ഫോസ്ഫേറ്റ്, 2 കിലോഗ്രാം മൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നീ രാസവളങ്ങൾ നൽകണം. തെങ്ങിൻ തൈകൾ നട്ടുകഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ വളപ്രയോഗം ആരംഭിക്കണം. കാറ്റുവീഴ്ച രോഗം ബാധിച്ച ഓണാട്ടുകര പ്രദേശത്തെ തെങ്ങുകൾക്ക് 500 ഗ്രാം പാക്കിജനകം, 300 ഗ്രാം ഫാവകം, 1000 ഗ്രാം ക്ഷാരം എന്ന തോതിലാണ് വളങ്ങൾ നൽകേണ്ടത്. മഴയ്ക്ക് മുമ്പേ മെയ് ജൂൺ മാസങ്ങളിൽ നട്ട തൈകൾക്ക് 3 മാസം കഴിഞ്ഞ്, അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ആദ്യത്തെ രാസവളപ്രയോഗം നടത്തണം. കായ്ച്ചു തുടങ്ങിയ തെങ്ങിന് ശുപാർശ ചെയ്തിട്ടുള്ളതിൻ്റെ 1/10 ഭാഗം അളവിൽ അപ്പോൾ നൽകണം. നട്ട് 1 വർഷം കഴിഞ്ഞ് തൈകൾക്ക് കായ്ച്ചു തുടങ്ങിയ തെങ്ങിന് നൽകേണ്ട രാസവളങ്ങളുടെ 1/3 ഭാഗം എന്ന തോതിൽ നൽകണം. ഇതോടുകൂടി 4ാം ഭാഗം തീർന്നു. അടുത്ത ഭാഗം അടുത്ത ദിവസം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ തെങ്ങിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി എടുക്കാവുന്നതാണ്. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാ തെങ്ങ് കർഷകർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും നന്ദി.